ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും വീടുകളിൽ സേഫായി ഇരിക്കുകയാണല്ലോ. നമ്മൾ കണ്ട ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസ് എന്ന ചാപ്റ്ററിൽ രണ്ട് മേജർ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അതിലൊന്ന് ഇലക്ട്രിക് ചാർജ് എന്നതാണ്, രണ്ടാമത്തേത് ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ഫ്ലക്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്നുകൂടി അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിലേക്ക് നോക്കി. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ റെഡ് കളറിൽ പാരലൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സർഫസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏരിയ ഓഫ് ദ സർഫസ് ഈസ് എ. യു ക്യാൻ സീ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെനെട്രേറ്റ് ത്രൂ ദ സർഫസ്. അങ്ങനെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണോ പെനെട്രേറ്റ് ചെയ്യുന്നത്, ആ പെനെട്രേറ്റ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ മെഷറാണ് ഫ്ലക്സ്. ഹിയർ യു സീ ദ സർഫസ് ഈസ് കെപ്റ്റ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. So what is the angle between vector A and vector E? നോർമൽ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉടനെ 90 എന്നൊരു ആൻസർ പറയരുത്. ഏരിയ വെക്ടർ നോക്ക്. ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഏരിയ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഫിഗറിലേക്ക് കൃത്യമായി നോക്കുക. രണ്ട് വെക്ടേഴ്സ് കാണാം, വെക്ടർ E ആൻഡ് വെക്ടർ A. You see what is the angle between vector E and vector A? Yeah, that angle is 0. So the flux passing will be EA cos 0. Cos 0 is 1. So the flux passing is EA, and we can see maximum flux will pass through the surface at this orientation. Now you see this figure. In this, I have turned the surface through a small angle. അങ്ങനെ ചെറിയൊരു ആംഗിൾ ടേൺ ചെയ്തപ്പോൾ ആ ഏറ്റവും താഴെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കൂ, എന്ത് പറ്റിയെന്ന് നോക്ക്. ആ സർഫസിലൂടെ പെനിട്രേറ്റ് ചെയ്തല്ല പോകുന്നത്. ദാറ്റ് മീൻസ് ദ ഫ്ലക്സ് ഹാസ് ഡിക്രീസ്ഡ്. ഇവിടെ the normal to the surface is making an angle, say theta, with the field direction. ഫിഗറിൽ കാണാൻ പറ്റും. So in this case the flux will be phi is equal to EA cos theta. Value of cos theta is less than 1. So the value of flux decreases in this case. ഗ്രാജുവലായി ഞാൻ ഈ ആംഗിൾ ഇൻക്രീസ് ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓറിയന്റേഷനിലേക്ക് ഞാൻ സർഫസിനെ പ്ലേസ് ചെയ്താൽ, ഇപ്പോൾ ആ ഓറിയന്റേഷൻ ഒന്നുകൂടെ നോക്ക്. The surface is kept parallel to the electric field. So the angle between vector A and vector E is 90 degree. What is the flux passing now? You check the figure. Flux passing is phi equal to EA cos, that angle is 90. Yeah, cos 90. Cos 90 is 0. So the flux passing through the surface is 0 now. And you can see no electric field line is penetrating through the surface in this particular case. So നമ്മൾ ഈ കണ്ട ഈ ഫിഗേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മേജർ കൺക്ലൂഷൻ, if vector E and vector A are perpendicular, no flux will pass through the surface. And if vector E is parallel to the vector A, maximum flux will pass through the surface. ഇതാണ് നമുക്ക് ഈ ഡിസ്കഷനിൽ നിന്ന് കിട്ടുന്ന മേജർ കൺക്ലൂഷൻ. ഈ സോളാർ എനർജി കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ സോളാർ എനർജി. കംപ്ലീറ്റ് ആയിട്ട് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ എയർപോർട്ട് ഏതാണെന്നറിയൂ? ഈ എയർപോർട്ട് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന എയർപോർട്ടിൽ ഒരുപാട് സോളാർ പാനൽസ് ഉണ്ടാവും. അങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സോളാർ പാനലാണ് നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്നത്. ഈ സോളാർ പാനൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. എർത്തിന്റെ സർഫസിന് പാരലായിട്ടാണോ? അല്ല. എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണോ? അല്ല, അതുമല്ല. അത് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ടിൽറ്റ് ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ഫീൽഡിന് പകരം സോളാർ റേഡിയേഷൻസും ആ സർഫസിന് പകരം ഈ സോളാർ പാനലും ഇമാജിൻ ചെയ്യും. നിങ്ങൾ ആലോചിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോളാർ പാനൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇപ്പോൾ കണ്ട ഫ്ലെക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ആ ആംഗിളിനെ ആംഗിൾ ഓഫ് ടിൽറ്റ് എന്ന് പറയും. നിങ്ങൾ ആലോചിക്കേണ്ടത്, എല്ലാ സ്ഥലങ്ങളിലും ഈ ആംഗിൾ സെയിം ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഈ സോളാർ പാനൽ പ്ലേസ് ചെയ്തത് എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഗ്രൂപ്പിൽ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക. കമ്മിങ് ബാക്ക് ടു അവർ പോർഷൻ. സോ ഇന്ന് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. If you know the electric flux through a region, can you find out the charge in that region? ഒരു റീജിയനിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് അറിയാമെങ്കിൽ
ആ റീജിയനിലെ ഇലക്ട്രിക് ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇത് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു ബോക്സ് കാണിക്കാം. ഫിഗറിൽ നിങ്ങളൊരു ബോക്സ് കാണുന്നുണ്ട്. ഈ ബോക്സിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ ഓരോ പ്രത്യേകതകളായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ബോക്സ് മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ ആൻ ഇലക്ട്രിക് ചാർജ്. ഈ ബോക്സിനകത്ത് ചിലപ്പോൾ ഒരു ചാർജ് ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ചാർജ് ഇല്ലാതെയും ആകാം. അടുത്തത്, ദിസ് ബോക്സ് ഈസ് മെയ്ഡ് ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഇലക്ട്രിക് ഫീൽഡ്. ഇത് ഒരു അസംഷനാണ്. ഫിസിക്സിലെ ബിഗിനേഴ്സ് എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ ഇതുപോലെ അസംഷൻസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്ലെസ് റോപ്പ് പറയാറുണ്ടല്ലോ. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലാണെങ്കിലോ അല്ലെങ്കിൽ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കേസിലൊക്കെ നമ്മൾ പറയാറുണ്ട് മാസ്ലെസ് റോപ്പ്. അങ്ങനെയുള്ള റോപ്പ് ഉണ്ടോ? ഇല്ല, അതൊരു അസംഷനാണ്. അതിനേക്കാളും ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അസംഷൻ ഉണ്ട്, ഫ്രിക്ഷൻ ലെസ് സർഫേസ്, സ്മൂത്ത് സർഫേസ്. അവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നാണ് നമ്മുടെ അസംഷൻ. അതുപോലെയുള്ള ഒരു അസംഷനാണ് ഞാൻ ഈ പറഞ്ഞത്, മെറ്റീരിയൽ ഡു നോട്ട് അഫക്ട് ദി ഇലക്ട്രിക് ഫീൽഡ്. സോ ഐ ക്യാൻ സേ ദിസ് ഈസ് ആൻ ഇമാജിനറി ബോക്സ്. ഈ സ്പേസിന്റെ കുറച്ച് പാർട്ട് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ബോക്സ് ആണ് ഇത്. ഒരു ഗിവൺ വോളിയം എൻക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ദിസ് ഇസ് എ ക്ലോസ്ഡ് ബോക്സ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബോക്സിന്റെ പ്രത്യേകതകൾ ഓർത്തു വയ്ക്കുക. ഇറ്റ് മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ ആൻ ഇലക്ട്രിക് ചാർജ്. ഇറ്റ് ഡു നോട്ട് അഫക്ട് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ബോക്സ് ആൻഡ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് വൺ. അങ്ങനെയുള്ളൊരു ബോക്സ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. എനിക്കിനി അറിയേണ്ടത് ഈ ബോക്സിനകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫിഗറിലേക്ക് നോക്കൂ. ഞാൻ ഈ ബോക്സിനടുത്ത് ഒരു ചാർജ് പ്ലേസ് ചെയ്തു, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കും. ഈ ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്തപ്പോൾ ഐ സി ദർ ഇസ് നോ ഫോഴ്സ് ഓൺ ദ ടെസ്റ്റ് ചാർജ്. ബോക്സിലെ ചാർജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ബോക്സിൽ ചാർജ് ഇല്ല എന്ന് പറയാൻ പറ്റും. എന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. സോ ഇപ്പോൾ നമുക്ക് പറയാം ദർ ഇസ് നോ ചാർജ് ഇൻസൈഡ് ദ ബോക്സ്. പക്ഷെ ഞാൻ ഈ ചാർജ് പ്ലേസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് വന്നു എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചാർജ് ഉണ്ടാവും, ബോക്സിനകത്ത് ചാർജ് ഉണ്ടാവും. ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പോയിന്റ് ചാർജിനെ ബോക്സിന് ചുറ്റുമുള്ള പല പൊസിഷൻസിൽ പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടത് എന്നും വിചാരിക്കുക. ഇപ്പോൾ ഉറപ്പാണ് ബോക്സിനകത്തൊരു ചാർജ് ഉണ്ട്. ചാർജ് ഉണ്ട് എന്ന് മാത്രമല്ല, ബോക്സിനകത്തെ ചാർജിന്റെ സൈൻ നിങ്ങൾക്ക് പറയാൻ പറ്റും, ചാർജിന്റെ സൈൻ പോസിറ്റീവ് ആണ് എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സൈൻ പോസിറ്റീവ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഈ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് ഔട്ട്വേർഡ്, സോ ദ ചാർജ് മസ്റ്റ് ബി പോസിറ്റീവ്. സോ ഈ കേസിൽ ചാർജ് പോസിറ്റീവ് ആണ്. ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺ നോക്ക്. ദ ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് ഔട്ട്വേർഡ്. So we will see here there is a positive charge inside the box and there is an outward flux. So ഇത് രണ്ടും കൂടി ഒന്ന് ലിങ്ക് ചെയ്ത് ഓർത്തു വയ്ക്കുക. ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ഔട്ട്വേർഡ് ഫ്ലെക്സ് ആയിരിക്കും. ഈ ബോക്സിലേക്ക് നോക്കിയേ. ഇനി ഫീൽഡ് ലൈൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഫീൽഡ് ലൈൻസിനെ നന്നായി ഒബ്സർവ് ചെയ്തിട്ട് ബോക്സിനകത്ത് ചാർജ് ഉണ്ടായിരിക്കുമോ, ഉണ്ടെങ്കിൽ ചാർജിന്റെ സൈൻ എന്താണ്, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. നോക്ക്, all the field lines are directed towards the box, so there should be an electric charge inside the box and the sign of that charge is negative. So we can say if the charge is negative there is an inward flux. ഇനി ഈ ഫിഗറിലേക്ക് നോക്കി. ഇതിലെ ഫീൽഡ് ലൈൻസ് നോക്ക്. ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? നന്നായി നോക്കുക. നിങ്ങൾക്ക് ഇൻവേർഡ് ലൈൻസും കാണാൻ പറ്റും, ഔട്ട്വേർഡ് ലൈൻസും കാണാൻ പറ്റും. ഒന്ന് നന്നായി നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഇൻവേർഡ് ഫ്ലെക്സും ഉണ്ട്, അതുപോലെ ഔട്ട്വേർഡ് ഫ്ലെക്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ഇൻസൈഡ് ദ ബോക്സ് there will be positive charge and negative charge. You assume magnitude of the positive charge is more than the negative charge. If so, the outward flux will be more than the inward flux. ഇനി നെഗറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കൂടുതലെങ്കിലോ ഇൻവേർഡ് ഫ്ലക്സ് വിൽ ബി മോർ ദാൻ ഔട്ട്വേർഡ് ഫ്ലക്സ്. നമുക്ക് ഒരു കണ്ടീഷൻ കൂടി എടുക്കാം. I assume the inward flux is equal to the outward flux. അങ്ങനെയാണെങ്കിലോ ബോക്സിനകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജസ് ഉണ്ടാവും. ഈ ബോക്സിനകത്ത് അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടാവും, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഈ രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ബോക്സിന് വെളിയിൽ ഞാൻ ഒരു ചാർജ് പ്ലേസ് ചെയ്യുമ്പോൾ അതിലെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ
രണ്ട് പോസിബിലിറ്റീസ് വരാം. ഒന്ന്, ബോക്സിനകത്ത് ചാർജ് ഇല്ലാതാവാം, അല്ലെങ്കിൽ ബോക്സിനകത്തുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലും ഓപ്പോസിറ്റുമായി മാറുകയും ചെയ്യാം. ഇത്രയും സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടത് ഈ ബോക്സിനകത്തുള്ള ചാർജാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബോക്സിന് വെളിയിൽ ഞാൻ ഒരു ചാർജ് ഷീറ്റ് പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഈ ചാർജ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് യൂണിഫോം ആയിരിക്കും. ആ യൂണിഫോം ഫീൽഡ് ഈ ബോക്സിലൂടെ പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ആ ഷീറ്റും ആ ചാർജ് ഷീറ്റും ബോക്സും കൂടി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തേ. ഫീൽഡ് ലൈൻസ് ഷീറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ബോക്സിന്റെ ഒരു എൻഡിലൂടെ ബോക്സിൽ എൻ്റർ ചെയ്ത് മറ്റേ എൻഡിലൂടെ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ ബോക്സിൽ ഇൻവേർഡ് ഫ്ലെക്സും ഉണ്ട്, ഔട്ട്വേർഡ് ഫ്ലെക്സും ഉണ്ട്. ഫിഗറിൽ നിന്ന് ക്ലിയർ ആണല്ലോ, അത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ ബോക്സിലൂടെയുള്ള ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോക്സിന് വെളിയിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ. സോ ദ ചാർജസ് ഔട്ട്സൈഡ് ദ സർഫസ് ഡു നോട്ട് ഗിവ് എ നെറ്റ് ഫ്ലെക്സ് ത്രൂ ദി സർഫസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഈ കൺസിഡർ ചെയ്ത ബോക്സിന്റെ സൈസും അതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സിന്റെ എമൗണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഫ്ലെക്സ് കാണാം. എന്ത് ഫ്ലെക്സ് ആണെന്ന് നോക്ക്. ഇൻവേർഡ് ഫ്ലെക്സ് ആണോ ഔട്ട്വേർഡ് ഫ്ലെക്സ് ആണോ? അതെ, ഔട്ട്വേർഡ് ഫ്ലെക്സ് ആണ്. ഔട്ട്വേർഡ് ഫ്ലെക്സ് ആണെങ്കിൽ ആ സെൻട്രൽ കാണുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്വേർഡ് ഫ്ലെക്സ് ആണ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. അതിന് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ബോക്സ്. ഇപ്പോൾ ഞാൻ ആ ബോക്സിനെ സ്പെറിക്കൽ ആക്കി എടുക്കുന്നു. ഏത് ഷേപ്പിലുള്ള ബോക്സ് വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏത് ടൈപ്പ് സർഫസ് ആണോ സ്യൂട്ടബിൾ ആ ടൈപ്പിലുള്ള ബോക്സ് ആയിരിക്കും നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു സ്പെറിക്കൽ ബോക്സ് അസ്യൂം ചെയ്തു. ആ സ്പെറിക്കൽ ബോക്സിലൂടെ ഫ്ലെക്സ് പാസ് ചെയ്യുന്നത് കാണാമല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത് കാണാം. ഇനി ഞാൻ അവിടെ ഒരു സ്പെറിക്കൽ ബോക്സ് കൂടി എടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ. ആ ബോക്സിന്റെ സൈസ് റെഡ് കളറിലുള്ള ബോക്സിന്റെ സൈസിനേക്കാളും കൂടുതലാണ്. എനിക്കറിയേണ്ടത് ഈ രണ്ട് ബോക്സിലൂടെയും പാസ് ചെയ്യുന്ന ഫ്ലെക്സിന്റെ എമൗണ്ട് സെയിം ആണോ അതോ ലാർജർ ബോക്സിലൂടെ ലാർജ് എമൗണ്ട് ഓഫ് ഫ്ലെക്സ് പാസ് ചെയ്യുന്നുണ്ടോ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഫിഗർ നന്നായി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡ് കളേർഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന സെയിം ഫ്ലെക്സ് തന്നെയാണ് ബ്ലാക്ക് കളേർഡ് സർഫസിലൂടെയും പാസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് the net electric flux passing through a surface is independent of its size. ഇനി ഈ ഫിഗറിൽ ഞാൻ ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുന്നു എന്ന് വിചാരിക്കും. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിയാൽ ഉറപ്പായി നമുക്കറിയാൻ പറ്റും കൂടുതൽ ലൈൻസ് ഈ രണ്ട് സർഫസിലൂടെയും പാസ് ചെയ്യും. That means the net electric flux passing through a closed surface is proportional to magnitude of the net charge enclosed by the surface, or we can say phi is proportional to q. ഈ റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് കണ്ടത് കോൾ ഫ്രെഡറിക് ഗോസ് എന്ന ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. മാത്സിലും ഫിസിക്സിലും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഗോസ് ആണ് ഈ റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് കണ്ടത്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ ഗോസസ് ലോ എന്ന പേരിലാണ് പറയുക. അപ്പോൾ ഗോസസ് ലോയിൽ നമുക്ക് അതിനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ഫൈ പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണ്. ഈ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ, ഫൈ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻ ടു ക്യൂ, ഓർ ഐ ക്യാൻ സേ ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ε0 നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ നമുക്ക് ലോ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് the net charge enclosed by the surface. ഇതിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ കണ്ടു അവിടെ രണ്ട് തരത്തിലുള്ള ഫ്ലക്സ് വരാം. ഇൻവേർഡ് ഫ്ലക്സും വരാം, ഔട്ട്വേർഡ് ഫ്ലക്സും വരാം. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഫ്ലക്സിന്റെയും ഔട്ട്വേർഡ് ഫ്ലക്സിന്റെയും കൂടി സമ്മാണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നു നോക്ക്, പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. ദ സർഫസ് മസ്റ്റ് ബി ക്ലോസ്ഡ്. is 1/ε0 times the net charge enclosed by the surface. Net charge means total charge. One more is there, enclosed by the surface. That means you have to consider the charges which are coming inside the surface only. No need to consider the charges coming outside the surface. നമ്മളിപ്പോൾ കണ്ടത്
ഗോസസ് ലോയുടെ ഒരു തിയററ്റിക്കൽ ഡെറിവേഷനാണ്. ഇനി ഇതിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ഈ ഡിമെറിറ്റ്സ് ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഗോസസ് ലോയെ മാത്തമെറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫിഗറിലേക്ക് നന്നായി നോക്കാം. There is a point charge Q kept at the point O and P is a point at a distance of R from it. Coulomb's law വെച്ചിട്ട് ആ പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇന്റൻസിറ്റി E ഈക്വൽസ് പറഞ്ഞു, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ 1/4πε0 into Q divided by R square into R cap, where R cap is the unit vector along the radius. ഇനി ആ P എന്ന പോയിന്റിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. P എന്ന പോയിന്റിൽ ഇപ്പോൾ നമുക്കറിയാം കുറേ ഇന്റൻസിറ്റി ഉണ്ട്, ഇലക്ട്രിക് ഇന്റൻസിറ്റി ഉണ്ട്. അതേ ഇന്റൻസിറ്റി കിട്ടുന്ന മറ്റ് പല പോയിന്റ്സും ഉണ്ടാവില്ലേ? ആ പോയിന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ യു കീപ് ദ സെന്റർ O ഫിക്സ്ഡ് ആൻഡ് റൊട്ടേറ്റ് ദ പോയിന്റ് P അറൗണ്ട് ഇറ്റ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സ്ഫിയർ. റേഡിയസ് ഓഫ് ദാറ്റ് സ്ഫിയർ ഈസ് R ആൻഡ് ഇറ്റ് ഈസ് സെന്റേർഡ് അറ്റ് O. ആ സ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്ലെക്സ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ഡെൽറ്റ ഫൈ ഈക്വൽസ് ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇവിടെ ഡെൽറ്റ എസ് എന്നത് പി എന്ന പോയിന്റിന് ചുറ്റും ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വെരി സ്മോൾ ഏരിയയാണ്. നമുക്കിനി അതിനെ ഒന്ന് 3 ഡയമെൻഷനലി കാണാം. ഇപ്പോൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗോഷ്യൻ സർഫസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയാണ് പി എന്ന പോയിന്റ്. ആ പി എന്ന പോയിന്റിന് ചുറ്റും ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയയാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. ദിസ് ഈസ് ഡെൽറ്റ എസ്. ക്യൂ എന്ന ചാർജ് ഈ സ്ഫിയറിന്റെ സെൻട്രലായിരിക്കും വരിക. ഞാൻ സൗകര്യത്തിന് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഈ സ്ഫിയറിന്റെ സെന്റർ. ഈ സെന്ററിൽ ക്യൂ എന്ന ചാർജ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ചാർജിൽ നിന്നും വരച്ചിരിക്കുന്ന റേഡിയൽ വെക്ടറാണ് ഇത്. ആ റേഡിയൽ വെക്ടറിനെ ഞാൻ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എസ് എന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഒരു റേഡിയൽ വെക്ടറാണ് ഇത്. നമുക്കിതിനെ റേഡിയൽ വെക്ടർ ആർ എന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ റേഡിയൽ വെക്ടർ. ഈ ഏരിയയുടെ നോർമൽ കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയയുടെ നോർമൽ നമുക്കറിയാം. ഏരിയ ഈസ് ആക്ടിങ് ത്രൂ ദി ഔട്ട്വേർഡ് നോർമൽ. ഈ സ്മോൾ സെഗ്മെന്റ് ഓഫ് ഏരിയ ഞാൻ ഡെൽറ്റ എസ് എന്ന് എടുത്തു. ഡെൽറ്റ എസിന്റെ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഡെൽറ്റ എസിനെയും ഇതേ പെർപെൻഡിക്കുലറിലൂടെ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ സി വെക്ടർ ആർ ആൻഡ് വെക്ടർ ഡെൽറ്റ എസ് ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. സോ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ഫൈ ഈക്വൽസ് ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്നാണ്. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് ഡെൽറ്റ ഫൈ ഈക്വൽസ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ് ഡോട്ട് ഡെൽറ്റ എസ്. ആ ഡോട്ട് പ്രോഡക്റ്റിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ ദ ഇക്വേഷൻ വിൽ ബിക്കം ഡെൽറ്റ ഫൈ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ഡെൽറ്റ എസ് cos 0. Magnitude of r cap is 1 and here angle between r and delta s is 0. നമ്മളിപ്പോൾ ഫിഗറിൽ കണ്ടതാണ്. Angle between r and delta s is 0. Therefore, the equation becomes delta phi equals 1/4πε0 into q by r square into delta s. This is the flux passing through the small area delta s. Now we are going to calculate the total flux passing through the surface. To calculate the total flux, we have the equation phi equals 1/4πε0 into q by r square into sigma delta s. You see the figure again. This is the area delta s. This is a very, very small area. Sigma delta s means you consider small areas like this and add all the area. ഇങ്ങനെയുള്ള ഡെൽറ്റ എസിന്റെ മുഴുവൻ സം എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ആൻഡ് യു നോ ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ഈസ് 4πr square. So instead of sigma delta s in the equation, you can substitute 4πr square. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 4π നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. r square also
and the result will be phi equals q by epsilon 0. This is how we prove Gauss's law mathematically. നമുക്കിനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A point charge of 2 microcoulomb is at the center of a cubic Gaussian surface 9 cm on edge. What is the net electric flux through the surface? Calculate the flux passing through one face of the cube also. ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, അവിടെ ഒരു ക്യൂബിക്കൽ ബോക്സ് ഉണ്ട്. നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ആ ക്യൂബിക്കൽ ബോക്സ് ആണ്. Inside the cubical box there is a charge. The value of charge is given. It is 2 microcoulomb. Flux passing through the surface is given by the equation phi equal to q divided by epsilon 0. You know the value of epsilon 0. You just substitute the values and calculate the value of phi. You will get the flux. And the correct answer is phi is equal to 2.295 into 10 raised to 5 volt meter. Then ഈ ക്വസ്റ്റനിൽ ഒരു പാർട്ട് കൂടി ഉണ്ട്. ആ പാർട്ടിൽ അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി വൺ ഫേസ് ഓഫ് ദ ക്യൂബ് എന്നാണ്. ക്യൂബിന് എത്ര ഫേസസ് ആണ് ഉള്ളത്? അതെ, 6 ഫേസസ്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫ്ലക്സ് ഈ ക്യൂബിന്റെ 6 ഫേസസിലൂടെയും പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ്. സോ ദ ഫ്ലക്സ് ത്രൂ വൺ ഫേസ് ഈസ് 1/6 ഓഫ് 2.295 into 10 raised to 5 and you will get the answer as 3.825 into 10 raised to 4 volt meter. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന ഫ്ലെക്സിന്റെ യൂണിറ്റ് വോൾട്ട് മീറ്റർ എന്നാണ്. സാധാരണയായിട്ട് നിങ്ങൾ എഴുതാറുള്ള ഫ്ലെക്സിന്റെ യൂണിറ്റ് വോൾട്ട് മീറ്റർ എന്നല്ല. ഇങ്ങനെ ഒരു യൂണിറ്റ് പോസിബിൾ ആണോ, വോൾട്ട് മീറ്റർ എന്ന ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫ്ലെക്സിന് പോസിബിൾ ആണോ എന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫ്ലെക്സിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തേത്, ക്യൂബിന്റെ സൈഡ് അവർ പറഞ്ഞിട്ടുണ്ട് 9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കാൽക്കുലേഷൻസിലും നിങ്ങൾ ആ 9 സെന്റിമീറ്റർ എന്ന വാല്യൂ എടുത്തിട്ടില്ല. That means size of the cube is not significant here. ഇനി ഷേപ്പോ, ഇതൊരു സ്ഫിയർ ആയിരുന്നു എന്ന് വിചാരിക്കൂ. ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ആൻസർ വിൽ ബി ദ സെയിം. ഒരു ഹെമിസ്ഫിയറിലൂടെയുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിലോ, ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ടോട്ടൽ ഫ്ലക്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു സ്ഫിയർ ആണ്. സ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് പഴയ ആൻസർ തന്നെ. ആ ഒരു ഹെമിസ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എത്ര എന്ന് ചോദിച്ചാൽ ആ ടോട്ടൽ ഫ്ലക്സിനെ യു ഹാവ് ടു ഡിവൈഡ് വിത്ത് 2. നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് മുഴുവൻ ഡിസ്ക്രീറ്റ് ചാർജസിനെ കുറിച്ചാണ്. ഡിസ്ക്രീറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു ചാർജ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജസ്. ആ ഗ്രൂപ്പ് ഓഫ് ചാർജസ് നമ്മൾ എടുത്തത് എങ്ങനെ? Q1, Q2, Q3 എക്സെട്ര Qn അങ്ങനെയാണ് എടുത്തത്. ഡിസ്ക്രീറ്റ് ആണ്. ഈ ഡിസ്ക്രീറ്റ് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന്റെ റീസണിൽ ഒന്ന് അതിൻ്റെ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിൾ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ കേസിൽ പലപ്പോഴും നമുക്ക് കിട്ടുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസ് ആണ് നിങ്ങളിപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത്. ഇവിടെ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ പാർട്ടിക്കിൾസിനെയും ഈ സർഫസിൽ ഇമാജിൻ ചെയ്യണം. പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷനിൽ വി വിൽ കൺസിഡർ ആൻ ഏരിയ സേ ഡെൽറ്റ എസ്. ഫിഗറിൽ കാണാം, ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം. ഈ ഡെൽറ്റ എസ് എന്ന ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു മാക്രോസ്കോപ്പിക് ലെവലിൽ എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിന്റെ മൊത്തം ഏരിയയുമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു വളരെ വളരെ ചെറിയ ഏരിയ ആയിരിക്കണം. പക്ഷെ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെയും സൈസിലേക്ക് എത്തുമ്പോൾ ഇതൊരു ലാർജ് ഏരിയയും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ, ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ഏരിയയാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഈ ഡെൽറ്റ എസ് എന്ന ഏരിയാസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഹിയർ ഐ എം അസ്യൂമിങ് എ ചാർജ് ഓഫ് ഡെൽറ്റ ക്യൂ ഈസ് പ്രസന്റ് ഇൻ ദിസ് ഏരിയ ഡെൽറ്റ എസ്. If so, we can define a quantity sigma as delta Q by delta S, which is a charge per unit area. This quantity sigma is called surface charge density. It is measured in the units coulomb per meter square. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്ന ഡെൽറ്റ എസ് എന്ന ഏരിയയിലാണ് ഞാൻ സർഫസ് ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. ഇതുപോലെ ഈ എൻറ്റയർ സർഫസിലും പല പല ഡെൽറ്റ എസുകളിൽ നമ്മൾ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യും. And we will make sigma a continuous function. ഇപ്പോൾ ഫിഗറിൽ കാണുന്നത് നോക്ക്, ഇതൊരു ലൈൻ ചാർജ് ആണ്. You can calculate the charge per unit length of the wire.
This charge per unit length of the wire is called linear charge density. Let's give the symbol lambda. In that segment delta L, if a charge of delta Q is present, we can define lambda as delta Q divided by delta L. Since it is charge to length ratio, its SI unit will be coulomb per meter. ഈ കേസ് നോക്കൂ, ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വോളിയത്തിലാണ്. ഇവിടെയും നമുക്കൊരു ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യാം, വോളിയം ചാർജ് ഡെൻസിറ്റി. ഇൻ ദിസ് കേസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വി ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ് കൂളോം പെർ മീറ്റർ ക്യൂബ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അസൈൻമെന്റ് ചെയ്യുക. ദ 4 small spheres shown in figure carry charges Q1 equals 4 nanocoulomb, Q2 equals 7.8 nanocoulomb, Q3 equals minus 2.4 nanocoulomb and Q4 equals 6 nanocoulomb. Calculate the flux passing through each of the 3 closed surfaces S1, S2 and S3 in figure. ഈ ഫിഗറിലേക്ക് നോക്കുക. ഫിഗറിൽ നിങ്ങൾക്ക് 3 സർഫസസ് കാണാം, S1, S2 and S3. ഈ ഓരോ സർഫസിലൂടെയും പാസ് ചെയ്യുന്ന ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്ലാസ്സിൽ ഈ ഗോസസ് ലോയുടെ ഇൻട്രസ്റ്റിംഗ് ആയ ചില ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Don't forget to SMS, soap, mask and social distancing. Thank you.